ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? നിങ്ങൾക്കിത് അവസരം ദുബായിൽ ജോലി ചെയ്യാൻ. ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം. ഉടൻ വിസ 15 ദിവസത്തിനുള്ളിൽ 80,000 രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാം. 21 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് അവസരം. നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കനറ ബാങ്കിലെ മുഴുവൻ ദിവസവേതനക്കാരെയും സ്ഥിരപ്പെടുത്തണമെന്ന് ബാങ്ക് ടെമ്പററി എംപ്ലോയീസ് ഫെഡറേഷൻ. സബ് സ്റ്റാഫ് നിയമത്തിൽ ആദ്യ പരിഗണന ദിവസക്കൂലിക്കാർക്ക് നൽകണം. ആവശ്യമുന്നയിച്ച കനറ ബാങ്ക് പാലക്കാട് റീജിയണൽ ഓഫീസിന് മുന്നിൽ BTEF ധർണ. ചേലക്കരയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് ഗുരുതര പരിക്ക്. അപകടം നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് വാൻ തലകീഴായി മറിഞ്ഞ്. അപകടമുണ്ടായത് ചേലക്കര സെന്റ് ജോർജ് പുത്തൻ പള്ളിക്ക് സമീപം. ആഴ്ചകളോളമായി കുടിവെള്ളമില്ല. പാലക്കാട് തിരുനെല്ലായിൽ കാലിക്കുടങ്ങളുമായി വീട്ടമ്മമാരുടെ റോഡ് ഉപരോധം. കുടിവെള്ളം മുട്ടിയത് നഗരസഭാ ഭരണാധികാരികളുടെ പ്രതിപക്ഷ വാർഡുകളുള്ള വിവേചനം മൂലമെന്ന ആരോപണം. കൗൺസിലറുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. കനറ ബാങ്കിലെ മുഴുവൻ ദിവസവേതനക്കാരെയും സ്ഥിരപ്പെടുത്തണമെന്ന് ബാങ്ക് ടെമ്പററി എംപ്ലോയി ഫെഡറേഷൻ. ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BTEF കനറ ബാങ്ക് പാലക്കാട് റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കനറ ബാങ്കിലെ മുഴുവൻ ദിവസക്കൂലിക്കാരെയും സ്ഥിരപ്പെടുത്തണമെന്നും സബ് സ്റ്റാഫ് നിയമനം നടത്തുമ്പോൾ ആദ്യ പരിഗണന ദിവസക്കൂലിക്കാർക്ക് നൽകണമെന്നും അവരോടുള്ള ബാങ്കിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പാലക്കാട് റീജിയണൽ ഓഫീസിന് മുന്നിൽ BTEF പ്രതിഷേധ ധർണ നടത്തിയത്. CITU സംസ്ഥാന കമ്മിറ്റി അംഗം SB രാജു ഉദ്ഘാടനം ചെയ്തു. ഒരു ജീവിതം വേണമെങ്കിൽ സ്ഥിരമായ ഒരു ജോലി വേണം. സ്ഥിരമായ ഒരു ജോലി ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ലോണൊക്കെ എടുത്ത് ഒരു വീടുണ്ടാക്കാനോ, ഒരു ചെറിയ വാഹനം, ഒരു 2 വീലർ വാങ്ങിക്കാനോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ, അങ്ങനെ 100,000 ആവശ്യങ്ങൾ ഒരു ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻസോടുകൂടി ചെയ്യണമെങ്കിൽ സ്ഥിരമായ ജോലി എന്ന് പറയാൻ സ്ഥിരമായ വേതനം. ആ സ്ഥിരമായ വേതനം നിങ്ങൾക്കുണ്ടോ? ഉറപ്പുണ്ടോ? ഇല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായ ജോലി, സ്ഥിരമായ വേതനവുമില്ലാതെ, ഒരു സമയക്ലിപ്തത പോലും ഇല്ലാതെ ഇങ്ങനെ കഠിനമായി ജോലി ചെയ്യുമ്പോൾ നിങ്ങളോട് നീതി കാണിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ആര് വന്നു? പെർമനന്റ് ജീവനക്കാരിൽ ഒരു വിഭാഗം കൂടി. BTEF ജില്ലാ പ്രസിഡന്റ് S കുമാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CN പാർവതി, ബെഫി ജില്ലാ കമ്മിറ്റി അംഗം N രാജു എന്നിവർ പ്രസംഗിച്ചു. വിനീത സ്വാഗതവും MS സോഫി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കരയിൽ നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് വാൻ റോഡിനോട് ചേർന്നുള്ള സ്ലാബ് മതിലിലിടിച്ച് തലകീഴായി മറിഞ്ഞു. 3 പേർക്ക് സാരമായി പരിക്കേറ്റു. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചേലക്കര സെന്റ് ജോർജ് പുത്തൻ പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് വാൻ റോഡിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. പിക്കപ്പ് വാനിൽ സഞ്ചരിച്ചിരുന്ന ഡ്രൈവർ മുസ്തഫ, കൂടെ സഞ്ചരിച്ചിരുന്ന മൻസൂർ, റഫീഖ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. 3 പേർക്കും സാരമായി പരിക്കേറ്റു. ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിച്ചു. അപകടം നടന്നതിനെ തുടർന്ന് വാഴക്കോട് സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് ചേലക്കര പോലീസ് സ്ഥലത്തെത്തി വാഹനം റോഡ് സൈഡിലേക്ക് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആഴ്ചകളോളമായി കുടിവെള്ളമില്ല. പാലക്കാട് നഗരസഭാ പരിധിയിലെ തിരുനെല്ലായിൽ കാലിക്കുടവുമായി റോഡ് ഉപരോധിച്ച വീട്ടമ്മമാർ. നഗരസഭയുടെ അനാസ്ഥയാണ് കുടിവെള്ളം മുടങ്ങാൻ കാരണമെന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു. നഗരസഭയിലെ മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കാനായി അമൃത് പദ്ധതി കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയിട്ടും തിരുനെല്ലായ ഭാഗത്ത് വെള്ളമെത്തിയിട്ടില്ലെന്ന് വീട്ടമ്മമാർ ആരോപിച്ചു. പൈപ്പുകൾ സ്ഥാപിക്കാനായി റോഡ് വെട്ടിപ്പൊളിച്ചതല്ലാതെ മറ്റൊരു ഗുണവുമുണ്ടായില്ല. നഗരസഭ പ്രതിപക്ഷ കൗൺസിലർമാരോടുള്ള ഭരണകക്ഷിയുടെ വിരോധമാണ് കുടിവെള്ളം മുട്ടിച്ചതിന് പിന്നിൽ. നഗരസഭ അധികൃതരോടും ചെയർപേഴ്സണോടും വാട്ടർ അതോറിറ്റിയോടും പലവട്ടം പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിന് നിർത്തിയിട്ട് ഒരു നേരം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത നേരം വെള്ളം ഉണ്ടാവുകയില്ല. അപ്പൊ ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി പാരക്കം വാങ്ങിയിട്ട് ദിവസത്തോളം ചില വീടുകൾ ഭക്ഷണം പോലും പാചകം ചെയ്തിട്ടാണ്. കുടിവെള്ളമില്ലെങ്കിലും ഭീമമായ ബിൽ തുക വരുന്നുണ്ട്. നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ സമരം ശക്തമാക്കുമെന്ന്
കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി പറഞ്ഞു. നഗരസഭയിലെ പരിധി ഓഫീസിലെല്ലാം ചെയ്ത് വാട്ടർ അതോറിറ്റിയാണ്. ഈ മെഡിക്കൽ കോളേജ് റോഡ് ഈ അവസ്ഥയിലാക്കിയത് വാട്ടർ അതോറിറ്റിയാണ്. ഈ പൈപ്പ് കിട്ടാനില്ല. 100 രൂപ 120 രൂപ വാട്ടർ ബില്ല് വരുന്നത് വീട്ടിൽ വരുന്നത് 1000 രൂപ വാട്ടർ ബില്ല്. വെള്ളം മാത്രം കാറ്റ് കൊടുത്ത് സർക്കാർ അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസ്താവനയെ അപലപിച്ച് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂരിൽ അസോസിയേഷൻ മേഖലാ കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി. അവമാനിച്ച KC വേണുഗോപാൽ മാപ്പ് പറയുക. 62 ലക്ഷം പേർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച AICC ജനറൽ സെക്രട്ടറി പ്രസ്താവന പിൻവലിക്കണമെന്ന് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രസ്താവനയ്ക്കെതിരെ ഷൊർണൂർ ടൗണിൽ നടത്തിയ പ്രതിഷേധ യോഗം CITU പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് പ്രത്യുൽപാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഈ വിഭാഗത്തിന് പൈസ കൊടുക്കുന്നത് ശരിയല്ല. എന്താ അതിന്റെ കുഴപ്പം എന്ന് തിരിച്ചു ചോദിച്ചപ്പോ അവരത് കള്ളു കുടിച്ച് കളയുന്നതാണ്. കരുണാകരൻ നിയമസഭയ്ക്കകത്ത് പറഞ്ഞതായി. പിന്നിപ്പോ വേണുഗോപാല് അതിന്റെ പ്രേതായിട്ടുള്ള വേണുഗോപാല് പറഞ്ഞതിനെ സംബന്ധിച്ചപ്പോ നമുക്ക് വലിയ ആശ്ചര്യമൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഈ ഭാരതത്തിലെ പ്രധാന സമൂഹത്തിന് വേണ്ടി ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയോടുകൂടെ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. RG പിള്ള, അസോസിയേഷൻ മേഖലാ സെക്രട്ടറി K. ചന്ദ്രൻ, ഭാരവാഹികളായ NR സതീന്ദ്രൻ, N. മുണ്ടൻ, R. നടരാജൻ, KT രാമചന്ദ്രൻ, PA പത്മജ, ഹേമലത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള കർഷക സംഘം ഷൊർണൂർ മുണ്ടായി യൂണിറ്റ് സമ്മേളനം മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ നടന്നു. കേരള ജൈവ കർഷക സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം KP ഇല്യാസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ജൂലൈ 15 CBSE സെൻട്രൽ ബോർഡ് അത് സെക്രട്ടറി സ്കൂൾ ഓഫ് സെൻട്രൽ ബോർഡ് എല്ലാ സ്കൂളുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ട് ഷുഗർ ബോർഡ് എല്ലാ സ്കൂളിലും ഷുഗർ ബോർഡ് സ്ഥാപിക്കും. എന്താണ് ഈ ഷുഗർ ബോർഡ്? ഷുഗർ ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടി പറയാനുള്ള കാരണം കുട്ടികൾ മധുരം കഴിക്കുന്നത് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ്, ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് കുട്ടികളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലോകാരോഗ്യ സംഘടന പറഞ്ഞത് 5% മാത്രമേ കലോറി പഞ്ചസാരയിലൂടെ കുട്ടികളുടെ ശരീരത്തിൽ എത്താൻ പാടുള്ളൂ. പക്ഷെ ഇപ്പം 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 13%, 8 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 16% പഞ്ചസാരയിലൂടെയാണ് കാലറി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സമ്മേളനത്തിൽ കർഷക സംഘം വില്ലേജ് സെക്രട്ടറി T. മുരളി, വില്ലേജ് കമ്മിറ്റി അംഗം മധുസൂദനൻ കുഞ്ഞിനാങ്ങാത്ത് എന്നിവർ സംസാരിച്ചു. വന്യജീവി ആക്രമണത്തെ തടയാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുക, കാർഷിക വിളകൾക്ക് ന്യായമായ വില നൽകുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് K. മിനി ടീച്ചർ, സെക്രട്ടറി P. ജിഷ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ക്ഷീരോത്പാദക കേന്ദ്രത്തിലെ സെക്രട്ടറി സ്മിത നന്ദി പറഞ്ഞു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ നടത്തിപ്പിനായി 7 അംഗ കമ്മിറ്റിക്ക് രൂപം നൽകി. മുണ്ടായ ക്ഷീരോത്പാദക സംഘത്തിൽ ഈ വർഷം കൂടുതൽ പാലളന്ന ശ്രീന താഴത്തേതിൽ, സംയോജിത കൃഷി കർഷകൻ ഗോപാലകൃഷ്ണൻ കൊറ്റുവീട്ടിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു. K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷക്കാലത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ പൊതുവിദ്യാഭ്യാസമായ മാറ്റം കഴിച്ചിട്ടുണ്ട്. പണ്ട് നമ്മുടെ സ്കൂളിൽ പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികൾ സ്കൂളിൽ ഭൗതിക സ്ഥാനങ്ങൾ ആ ഭൗതിക സ്ഥാനങ്ങൾ മോശമായിട്ടുള്ളതിനെ കുട്ടികൾക്ക് പഠനം പോകാനും മോശമാണ്.
അങ്ങനെ മോശപ്പെട്ട ഭൗതിക സാഹചര്യവും മോശപ്പെട്ട പഠനം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് രക്ഷകർത്താക്കൾ തങ്ങളുടെ മക്കളെ അയക്കാൻ വേണ്ടി വിളിച്ചു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV സുചിത്ര, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PA യൂസഫ്, വള്ളത്തോൾ നഗർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഗിരീഷ്, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ബിന്ദു, സമഗ്ര ശിക്ഷ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ NJ ബിജോയ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ NK രമേശ്, വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ, പഴയന്നൂർ BRC BPC K പ്രമോദ്, SMC ചെയർമാൻ OS വിജയരാജ്, MPTA പ്രസിഡന്റ് KV വിജിത എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ PK മോഹനൻ സ്വാഗതവും PTA പ്രസിഡന്റ് EK അഭി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ബലിപെരുന്നാളിനോടനുബന്ധിച്ചാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. 45 ടീമുകൾ പങ്കെടുത്തു. മെഹന്തി ഫെസ്റ്റിൽ മികച്ച പങ്കാളിത്തമാണുണ്ടായതെന്ന് പ്രധാന അധ്യാപിക രാധ പറഞ്ഞു. സ്കൂളിൽ ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് കുട്ടികൾക്ക് മെഹന്തി ഫെസ്റ്റ് നടത്തി. അതിലെ വിജയികൾക്ക് ഞങ്ങൾ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. വളരെ സന്തോഷപൂർവ്വമാണ് കുട്ടികൾ ഈ ആഘോഷത്തിൽ പങ്കെടുത്തത്. ഉച്ചഭക്ഷണം ഞങ്ങൾ വളരെ വിഭവസമൃദ്ധമായിക്കൊണ്ട് ബിരിയാണിയാണ് നടത്തിയത്. അതുകൊണ്ട് കുട്ടികൾ ഇന്ന് വളരെ ആവേശത്തോടെയാണ് ഈ വിദ്യാലയത്തിൽ നിന്നും പോകുന്നത്. 45 ടീമുകളാണ് മെഹന്തി ഫെസ്റ്റിൽ പങ്കെടുത്തത്. വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവിയും തുള്ളൽ കലാചാര്യനുമായ കലാമണ്ഡലം മോഹനകൃഷ്ണനെ ശിഷ്യരും സഹപ്രവർത്തകരും ആദരിക്കും. മോഹനം എന്ന നാമധേയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് ശനിയാഴ്ച കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 8:30 പുഷ്പാർച്ചനയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. തുടർന്ന് നടക്കുന്ന ഫോട്ടോ പ്രദർശനം മുൻ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ KK സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പറയുംതുള്ളൽ, 10 മണിക്ക് സുഹൃത്ത് സംഗമവും പ്രഭാഷണവും ധന്യമോഹനം വൈസ് ചെയർമാൻ കലാമണ്ഡലം മഹേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടക്കും. പ്രഭാഷണം കലാമണ്ഡലം ഭരണസമിതി അംഗം KB രാജാനന്ദൻ നിർവഹിക്കും. ചടങ്ങിൽ വിവിധ വ്യക്തികളും പങ്കെടുക്കും. ഉച്ചയ്ക്ക് 12:30 കലാമണ്ഡലം പാർവതി വർമ്മയുടെ നേതൃത്വത്തിൽ ശീതങ്കൻ തുള്ളൽ, 1 മണിക്ക് നിരഞ്ജ് JH നമ്പ്യാർ, കലാമണ്ഡലം സുബിൻ എന്നിവയുടെ നേതൃത്വത്തിൽ ഓട്ടം തുള്ളൽ നടക്കും. 2 മണിക്ക് ശിഷ്യസംഗമവും കലാമണ്ഡലം മോഹനാശാനെ ശിഷ്യ പ്രശിഷ്യരുടെ ആചരണവന്ദനവും നടക്കും. തുടർന്ന് 3:30 കലാമണ്ഡലം ഹരീഷ് മാലാർ, ഡോക്ടർ നന്ദിനി വർമ്മ എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പകയും അരങ്ങിലെത്തും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാദരണ സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ പുന്നശ്ശേരി പ്രഭാകരൻ അധ്യക്ഷത വഹിക്കും. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി അനുഗ്രഹ പ്രഭാഷണം നടത്തും. മറ്റ് വിശിഷ്ട അതിഥികളും ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് സംഗീത കച്ചേരി, ഓട്ടംതുള്ളൽ, നൃത്തനടന സമന്വയം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികളായ കലാമണ്ഡലം സുരേഷ് കാളിയത്ത്, പുന്നശ്ശേരി പ്രഭാകരൻ, കലാമണ്ഡലം നിഖിൽ മലയാളപ്പുഴ, കലാമണ്ഡലം പ്രഭാകരൻ, കലാമണ്ഡലം മഹേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിൽ ഭദ്രദൈവം കൊളുത്തി അതിന് തുടക്കം കുറിക്കുന്നത് തുള്ളൽ കലയിലെ പരമാചാര്യന്മാരായ കലാമണ്ഡലം ഗോപിനാഥ പ്രഭാശാൻ, കലാമണ്ഡലം പ്രഭാകരനാശാൻ, കലാമണ്ഡലം പരമേശ്വരൻ, കലാമണ്ഡലം വാസുദേവൻ, കലാമണ്ഡലം രാധാമണി എന്നിവർ ചേർന്നാണ്. അതിനുശേഷം സമകാലിക തുള്ളൽ അരങ്ങ് എന്ന വളരെ പ്രസക്തമായ ഒരു വിഷയത്തിൽ പ്രശസ്ത കലാനിരൂപകനും കലാമണ്ഡലത്തിൻ്റെ മുൻ സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയായ ശ്രീ KB രാജാനന്ദൻ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമുണ്ട്. അതിനുശേഷം ഈ കലാമണ്ഡലത്തിലെ മോഹനാശാൻ്റെ സഹപ്രവർത്തകരായിരുന്ന എല്ലാ വകുപ്പ് മേധാവികളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ശീതങ്കൻ തുള്ളലും ഓട്ടം തുള്ളലും അവതരണങ്ങൾ വെച്ചിട്ടുണ്ട്. മോഹനാശാൻ്റെ ശിഷ്യരായിട്ടുള്ള ആളുകളാണ് അത് അവതരിപ്പിക്കുന്നത്. കലാമണ്ഡലം പാർവതി വർമ്മ, കലാമണ്ഡലം സുബിൻ എന്നിവരെ ശീതങ്കനും ഓട്ടനും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മണ്ണൂർ AUP സ്കൂളിൽ ഹരിതസേന സംഘടിപ്പിച്ച ലവ് പ്ലാസ്റ്റിക് ക്ലീൻ മണ്ണൂർ പദ്ധതിയുടെ ഭാഗമായി മണ്ണൂർ സെൻറ്ററിൽ പൊതുജനങ്ങൾക്കായി പ്ലാസ്റ്റിക് വേസ്റ്റ് ബിൻ സ്ഥാപിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സരിത ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക TR ഷരീഫ, KM അബ്ദുൽ ഹക്കീം, N ശ്രീലജ, PS വിനീത്
എൻ അമൽ ശങ്കർ, PS സ്വാതി, ഷിഹാബുദ്ദീൻ MT എന്നിവർ സംസാരിച്ചു. തുടർന്ന് പരിസര പ്രദേശങ്ങളിൽ പ്ലാസ്റ്റിക് സംസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം വിവരിക്കുന്ന ലഘുരേഖകളും വിതരണം ചെയ്തു. പറഞ്ഞിരുന്നത് പക്ഷേ എന്നാൽ അത് പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ തന്നെ കവറും എല്ലാം കൂടി അടങ്ങിയ ഒരു ശേഖരണമായിട്ട് ഇപ്പോൾ ഇന്ന് നമ്മുടെ ബോട്ടിൽ ബൂത്ത് മാറി. അപ്പോൾ എന്തായാലും അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്കൂൾ അധികൃതർ പ്ലാസ്റ്റിക് വേർതിരിച്ചിടുന്നതിന്, അതായത് കുപ്പിയും അതുപോലെ തന്നെ കവറുകളും വേർതിരിച്ച് ഇടുന്നതിന് വേണ്ടി ഒരു ബില്ലും കൂടിയിട്ട് മണ്ണൂർ സെൻറ്ററിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്തായാലും മാതൃകാപരമായ പ്രവർത്തനമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനറ ബാങ്കിലെ മുഴുവൻ ദിവസവേതനക്കാരെയും സ്ഥിരപ്പെടുത്തണമെന്ന് ബാങ്ക് ടെമ്പററി എംപ്ലോയീസ് ഫെഡറേഷൻ. സബ് സ്റ്റാഫ് നിയമത്തിൽ ആദ്യ പരിഗണന ദിവസക്കൂലിക്കാർക്ക് നൽകണം. ആവശ്യമുന്നയിച്ച കനറ ബാങ്ക് പാലക്കാട് റീജിയണൽ ഓഫീസിന് മുന്നിൽ BTEF ധർണ. ചേലക്കരയിൽ വാഹനാപകടത്തിൽ 3 പേർക്ക് ഗുരുതര പരിക്ക്. അപകടം നിയന്ത്രണം തെറ്റിയ പിക്കപ്പ് വാൻ തലകീഴായി മറിഞ്ഞ്. അപകടമുണ്ടായത് ചേലക്കര സെന്റ് ജോർജ് പുത്തൻ പള്ളിക്ക് സമീപം. ആഴ്ചകളോളമായി കുടിവെള്ളമില്ല. പാലക്കാട് തിരുനെല്ലായിൽ കാലിക്കുടങ്ങളുമായി വീട്ടമ്മമാരുടെ റോഡ് ഉപരോധം. കുടിവെള്ളം മുട്ടിയത് നഗരസഭാ ഭരണാധികാരികളുടെ പ്രതിപക്ഷ വാർഡുകളുള്ള വിവേചനം മൂലമെന്ന ആരോപണം. കൗൺസിലുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.